CPM-ലെ കൂട്ടയടിയാണ് പാർട്ടിക്ക് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പൊല്ലാപ്പ്. സമ്മേളനങ്ങൾ നടക്കുമ്പോൾ പലയിടത്തും പൊരിഞ്ഞ പോരാണ്. നേതാക്കന്മാരുടെ ഇറങ്ങിപ്പോക്ക്, രാജി അങ്ങനെ നീളുന്നു CPM-നുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ. ഇതിനിടയിൽ വിഭാഗീയതയില്ലാതെ സമാധാനമായ ഒരു സമ്മേളനം നടത്താമെന്ന് വെച്ചാൽ അവിടെ ഘടകകക്ഷികൾ രംഗത്ത് വന്ന് വലിച്ചു കീറുന്നു. അവിടെ കൊണ്ട് തീർന്നില്ല. PV അൻവർ P ശശിയെയും പിണറായി വിജയനെയും വിമർശിച്ച് വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ്. പെരിയ കേസിൽ പ്രതികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിറങ്ങിയ CPM-നെ വലിച്ചു കീറിക്കൊണ്ട് പ്രതിപക്ഷവും മാധ്യമങ്ങളും രംഗത്ത് വന്നിട്ടുണ്ട്. മാന്യത കാട്ടണം, BJP തടയുന്നതിന് പകരം ന്യൂനപക്ഷ വിരുദ്ധത. CPM-നെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് RJD ഇടതുമുന്നണി വിടാനൊരുങ്ങുന്നുവെന്ന അഭ്യൂഹത്തിനിടെ CPM-നെതിരെ പരസ്യ നിലപാടുമായി പാർട്ടി രംഗത്ത് വന്നിരിക്കുന്നു. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പാർലമെന്റിൽ എത്തിയത് മുസ്ലിം വർഗീയ ചേരിയുടെ പിന്തുണയോടെയാണെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവന്റെ പരാമർശത്തിലും അതിനെ പിന്തുണച്ച CPM നിലപാടിലുമാണ് RJD എതിർപ്പ് വ്യക്തമാക്കിയത്. വിജയരാഘവന്റെ പരാമർശത്തിൽ ഇതാദ്യമായാണ് LDF-നുള്ളിലെ എതിർപ്പ് പൊട്ടിത്തെറി പുറത്തുവരുന്നത്. നിരന്തരം ആവശ്യപ്പെട്ടിട്ട് മുന്നണിയിൽ പരിഗണന ലഭിക്കാത്ത സാഹചര്യത്തിൽ LDF വിടണമെന്ന ആവശ്യം പാർട്ടിക്കുള്ളിൽ ശക്തമാകവെയാണ് RJDയുടെ പുതിയ നീക്കം. തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിലും മതിയായ പ്രാതിനിധ്യം ലഭിച്ചില്ലെങ്കിൽ ഭാവി നടപടികൾ തീരുമാനിക്കുമെന്നാണ് സൂചന. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് പൗരത്വ നിയമ ഭേദഗതിയും പലസ്തീൻ വിഷയവും ഉയർത്തി നടത്തിയ പ്രചാരണം ഭൂരിപക്ഷ വോട്ടുകൾ നഷ്ടപ്പെടാൻ കാരണമായെന്ന് CPM വിലയിരുത്തിയിരുന്നു. വിജയരാഘവന്റെ പ്രസംഗവും മറ്റ് നേതാക്കൾ അതിനെ പിന്തുണച്ചതും ഈ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണെന്ന് RJD ജനറൽ സെക്രട്ടറി വർഗീസ് ജോർജ് പറഞ്ഞു. മുസ്ലിം വിരുദ്ധത കൊണ്ട് ഹിന്ദുക്കളുടെ വോട്ട് കിട്ടില്ല, അതിന്റെ ഗുണം കിട്ടുക BJPക്കാണ്. ഇത് മതേതര പാർട്ടികൾക്ക് ഗുണകരമല്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മതിയായ പ്രാതിനിധ്യം ഇല്ലെങ്കിൽ മുന്നോട്ട് പോകാനാകില്ല. അത് നവംബറിലേ വരുന്നുള്ളൂ. എന്നാൽ നാളെ എങ്ങനെ മുന്നോട്ട് പോകും, പ്രവർത്തകരോട് എന്തു പറയും എന്നതാണ് വലിയ പ്രശ്നം. മുന്നണിയിൽ തുടരണമെങ്കിൽ മാന്യത കാട്ടണം, മുന്നണിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നും വർഗീസ് ജോർജ് പറഞ്ഞു. 7 നിയമസഭാ സീറ്റുകളും ലോക്സഭാ സീറ്റും രാജ്യസഭാ സീറ്റും 9 ബോർഡുകളും കോർപ്പറേഷനും അടക്കമുള്ളവ വേണ്ടെന്ന് വെച്ചാണ് ഉപാധികളൊന്നുമില്ലാതെ RJD UDF-ൽ നിന്നും LDF-ലെത്തിയത്. ഇടതുപക്ഷ ആശയത്തോടൊപ്പം ചേർന്ന് പോകാനായിരുന്നു ഇത്. എന്നാൽ മുന്നണിയിൽ കനത്ത അവഗണന നേരിടുകയാണ്. ഉത്തര മലബാറിലെ 3 നിയമസഭാ സീറ്റ് മാത്രമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നൽകിയത്. ലോക്സഭാ രാജ്യസഭാ സീറ്റുകൾ നിഷേധിച്ചു. തിരുവനന്തപുരം, പത്തനംതിട്ട ജില്ലകളിൽ LDF കൺവീനർ പദവി വഹിച്ചിരുന്ന പാർട്ടിക്ക് ഇപ്പോൾ ഒരു ജില്ലയിലും കൺവീനർ പദവിയില്ല. വടക്കൻ ജില്ലകളിലെ പല മണ്ഡലങ്ങളിലും RJD വോട്ടുകൾ കൂടി ലഭിച്ചതുകൊണ്ടാണ് CPM സ്ഥാനാർത്ഥികൾ വിജയിച്ചത്. പഞ്ചായത്ത് മെമ്പർമാരുടെ എണ്ണത്തിൽ LDF-ൽ 4ാമത്തെ കക്ഷിയാണ് RJD എന്നും വർഗീസ് ജോർജ് പറയുന്നു. ഏതായാലും കോട്ടയത്തും കൂട്ടയടി കാത്തിരുന്നെങ്കിലും CPM തൽക്കാലം എല്ലാത്തിനും കടിഞ്ഞാണിട്ടു. നേതൃത്വം വരച്ച വരയിൽ നിന്ന് അണുവിട വ്യതിചലിക്കാതെയായിരുന്നു CPM ജില്ലാ സമ്മേളനത്തിന് കൊടിയിറങ്ങുന്നത്. മുതിർന്ന നേതാവ് സുരേഷ് കുറുപ്പ് ഒഴിവായത് ചർച്ചയാകുമ്പോഴും മുൻപ് പ്രതീക്ഷിച്ചതിനപ്പുറം ഒന്നും നടന്നില്ല. പക്ഷെ വരും ദിവസങ്ങളിൽ പലയിടത്തും CPM-ന് ചോദ്യമായി വിഭാഗീയതയും കൂട്ടയടിയും കാത്തിരിക്കുന്നു എന്നത് മറ്റൊരു സത്യം. പിണറായി വിജയന്റെയും P ശശിയുടെയും ഗൂഢാലോചന അറസ്റ്റ് വരിക്കാൻ തയ്യാറെന്ന് PV അൻവർ. തനിക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും P ശശിയുടെയും ഗൂഢാലോചന നടക്കുന്നുവെന്ന് PV അൻവർ MLA. ഇതിന്റെ ഭാഗമായാണ് തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമെന്നും അങ്ങനെയുണ്ടായാൽ അറസ്റ്റ് വരിക്കുമെന്നും PV അൻവർ പ്രതികരിച്ചതോടെ വീണ്ടും CPM-ന് ചോദ്യങ്ങൾ. നിയമത്തിന് വിധേയമായി നിൽക്കും. MLA-ക്ക് ജനങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയാത്ത അവസ്ഥ. പോലീസിനെതിരെയും P ശശിക്കെതിരെയും പറഞ്ഞതിനാൽ എന്തെങ്കിലും അവസരം കിട്ടട്ടെ എന്ന നിലപാടിലായിരുന്നു. ആ അവസരം ഉപയോഗിക്കുകയാണെന്നും PV അൻവർ പ്രതികരിച്ചു. ലക്ഷക്കണക്കിന് വരുന്ന മലയോര കർഷകർക്ക് വേണ്ടിയാണ് ഞായറാഴ്ച നിലമ്പൂരിൽ സമരം നടന്നത്. ആ പോരാട്ടം തുടരുമെന്നും അൻവർ അറിയിച്ചു. തൂക്കാനൊന്നും വിധിച്ചിട്ടില്ലല്ലോ, പിണറായിയുടെ ഇഷ്ടം നടക്കും. അൻവറിന്റെ വീട്ടിൽ നാടകീയ രംഗങ്ങൾ. അൻവർ അതിശക്തമായി തന്നെ ആഞ്ഞടിക്കുകയാണ്. അറസ്റ്റ് നടപടിക്കിടെ ഭരണകൂട ഭീകരതയ്ക്കെതിരെ പ്രതിഷേധിക്കാൻ ആഹ്വാനം ചെയ്തുള്ള Facebook പോസ്റ്റും അൻവറിന്റെ ഔദ്യോഗിക Facebook അക്കൗണ്ടിൽ പ്രത്യക്ഷപ്പെട്ടു. അറസ്റ്റിന് മുൻപ് PV അൻവർ സ്വന്തം നിലയിൽ ഡോക്ടറെ വിളിച്ചു വരുത്തി വൈദ്യ പരിശോധന നടത്തിയിരുന്നു. ഇതിനുശേഷമാണ് പോലീസ് അറസ്റ്റ് നടപടികളിലേക്ക് കടന്നത്. അറസ്റ്റിന് മുന്നോടിയായി വൻ പോലീസ് സന്നാഹമാണ് MLA-യുടെ വീട്ടിലും പരിസരത്തും നിലയുറപ്പിച്ചിരുന്നത്. ഏതായാലും വിശ്വസ്തൻ കണ്ണിലെ കരടായി. ഒടുവിൽ അറസ്റ്റ്. PV അൻവറിനെതിരായ നടപടിയിലേക്ക് നയിച്ച ഒരുപാട് കാര്യങ്ങൾ ചർച്ചയാക്കി കേരളവും രംഗത്ത് വന്നിരിക്കുകയാണ്. CPM സൈബർ സംഘങ്ങളുടെ മുൻനിര പോരാളിയായിരുന്നു ഒരിക്കൽ PV അൻവർ. പ്രതിപക്ഷ നേതാക്കളെ യാതൊരു ദയാദാക്ഷിണ്യവുമില്ലാതെ കടന്നാക്രമിക്കുന്ന സ്വഭാവം. മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരും അൻവറിന്റെ വാക്കുകളുടെ ചൂട് പലവട്ടം അറിഞ്ഞു. അന്ന് അൻവറിന് സൈബർ പോരാളികളുടെ പിന്തുണ യഥേഷ്ടമുണ്ടായിരുന്നു. എന്തിന് മുഖ്യമന്ത്രി പോലും പിന്തുണച്ചു. ഇതിന് പിന്നാലെ പോലീസിനെയും പാർട്ടിയും തിരുത്താനിറങ്ങിയ അൻവറിന്റെ ഇടപെടലുകളാണ് അൻവറിന്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എത്തിച്ചത്. ADGP അജിത് കുമാറിനെയും മലപ്പുറം SP ആയിരുന്ന സുജിത് ദാസിനെയും വിമർശിച്ചു തുടങ്ങിയ അൻവർ അവരെ അറസ്റ്റ് ചെയ്യിച്ച് ജയിലിലടയ്ക്കുമെന്ന് പ്രതിജ്ഞ എടുത്തു. ഒടുവിൽ അൻവർ ജയിലിലേക്ക് പോകുന്ന കാഴ്ച. ഫോറസ്റ്റ് ഓഫീസ് ആക്രമണമെന്ന ജാമ്യമില്ലാ കേസുകൂടി ലഭിച്ചതോടെ പോലീസിന് കാര്യങ്ങൾ എളുപ്പമായി.
ഏതായാലും പി വി അൻവർ MLA 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ജാമ്യാപേക്ഷ നൽകാത്തത് കൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഉണ്ടായില്ല. തവനൂർ സബ് ജയിലിലേക്കാണ് 14 ദിവസത്തേക്ക് അദ്ദേഹത്തെ മാറ്റിയത്. പോരാട്ടം തുടരുമെന്ന് പി വി അൻവർ പറഞ്ഞു. പെരിയ ഇരട്ടക്കൊലക്കേസ് പ്രതികളുടെ വീട്ടിലെത്തി ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച CPM നേതാക്കളും വിമർശനത്തിനിടയാക്കിയിട്ടുണ്ട്. കേസിൽ വെറുതെ വിട്ടവരുടെയും വീട്ടിൽ നേതാക്കളെത്തി. പ്രതികളെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിച്ചപ്പോൾ കാത്തുനിന്ന CPM പ്രവർത്തകർ മുദ്രാവാക്യം വിളികളോടെയാണ് സ്വീകരിച്ചത്. ജയിൽ ഉപദേശക സമിതി അംഗവും CPM സംസ്ഥാന സമിതി അംഗവുമായ പി ജയരാജന്റെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം. പെരിയ ഇരട്ടക്കൊലക്കേസ് പ്രതികൾക്ക് കണ്ണൂർ സെൻട്രൽ ജയിലിൽ സ്വീകരണവുമായി CPM നേതൃത്വം നൽകിയത് പി ജയരാജൻ. ഇത് കേരള മാധ്യമങ്ങൾ വലിയ ചർച്ചയാക്കിയിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റുകാരെ തടവറ കാണിച്ച് പേടിപ്പിക്കരുതെന്നാണ് പി ജയരാജൻ പറയുന്നത്. ബന്ധുക്കൾക്കടക്കം വന്നു കാണാൻ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റണമെന്ന പ്രതികളുടെ ആവശ്യം വിചാരണ കോടതിയായ കൊച്ചി CBI കോടതി അംഗീകരിച്ചിരുന്നു. അതേസമയം കണ്ണൂർ ജയിലിൽ CPM പ്രവർത്തകരായ പ്രതികൾക്ക് സുഖവാസമായിരിക്കുമെന്ന പരാമർശങ്ങളും വിവിധ കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്.